ആം ഐ, ഞാൻ ആരാണ്, ഞാൻ ആരെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എബ്രായ ലേഖനത്തിലുള്ള 10-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ദുർമനസ്സാക്ഷി മാറ്റി പരമാർത്ഥ ഹൃദയമുള്ള ഒരു ആത്മാവിനെ, മനസ്സിനെ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അപ്പം ദുർമനസ്സാക്ഷി മാറിക്കഴിയുമ്പം ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ വളരെ വലിയൊരു വ്യത്യാസമാണ്. പറയുന്നത് വളരെ സിമ്പിളാണെന്ന് തോന്നിയാലും ദിസ് ഈസ് രാവും പകലും പോലെ ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു വലിയ വെളിച്ചം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒന്നും ചെയ്യണ്ട, നമ്മൾ പ്രാപിച്ചെടുത്താൽ മതി. ദൈവം മനുഷ്യർക്ക് വേണ്ടി ദാനമായിട്ട് തന്നിരിക്കുന്ന രക്ഷ, പിതാവാം ദൈവം പുത്രനിൽ കൂടെ തൻ്റെ വചനമാകുന്ന, അതായത് സൃഷ്ടിയുടെ ഒരു പോർഷൻ വചനം കൊണ്ടാണല്ലോ സൃഷ്ടിയെല്ലാം നടന്നത്. ആ വചനം ജഡമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളാണ് യേശു ക്രിസ്തു. അപ്പോൾ ഈ വചനം വായിക്കും തോറും നമ്മൾ യേശുവിനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാക്കി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെ നമ്മൾ അപ്പനെ കാണുമ്പോൾ ഓടി ചെല്ലുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് കടന്നു ചെല്ലാൻ നോക്കും. അത് സാധിക്കും. അത് നമ്മൾ അറിയണം. അതിന് ഇനിയിപ്പോൾ എനിക്ക് വേറൊരാൾ ഇടയ്ക്ക് നിന്ന് ഇത് പറഞ്ഞു തരണം, അല്ലെ എനിക്ക് വേണ്ടി ഒരാൾ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ റൺ ടു ഹിം. ഇത് മനസ്സാക്ഷി ശരിയായി. അതായത് പാപമില്ലാത്ത ലെവലിലോട്ട് നമ്മളെ മാറ്റുക എന്ന് പറയുന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, ക്രിസ്തു എന്നിൽ വന്നപ്പോൾ ക്രിസ്തു എൻ്റെ കാര്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ വേറെ ആളായി മാറി. റീക്രിയേറ്റ് എന്നാണ് പറയുന്നത്. രണ്ടാമതും ഉണ്ടാക്കുക. ആദ്യത്തേത് ശരിയല്ലായി. അപ്പോൾ രണ്ടാമത് ഇപ്പം നമ്മൾ ഈ കുശവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം, കുശവൻ അത് വെച്ചിട്ട് കലം ഉണ്ടാക്കുന്നുണ്ട്. ആദ്യ സ്റ്റേജിൽ വലിയ കട്ടിയായിട്ടില്ലെങ്കിൽ അത് എടുത്തിട്ട് വീണ്ടും ആ മണ്ണൊന്നിച്ചിട്ട് താഴോട്ട് എറിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കുക. അത് സോഫ്റ്റ് ലെവലിലാണ്. പക്ഷേ നമ്മളൊക്കെ പ്രായം ചെന്ന് കഴിയുമ്പം ഇത് കല്ലുപോലെ കഠിനമാകുമ്പം പിന്നെ കർത്താവ് ഒടിച്ചു കളയും. അപ്പോൾ ഒരു റീക്രിയേഷൻ നടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടിയേ ഈ കർത്താവിൻ്റെ DNA യേശുക്രിസ്തു നമ്മളിൽ വരുമ്പം റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യേശുവിൻ്റെ DNA എൻ്റെ DNA ആയി മാറണം. യേശുവിൻ്റെ രക്തം എൻ്റെ രക്തമായിട്ട് മാറണം. അത് യേശുവിൽ ഞാൻ അങ്ങ് കവർ ചെയ്യാണ് എന്നെ തന്നെ. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളൊരു വാക്യം, സ്കിമിറ്റിസോ അനോയിൻറ്റിങ്, അവനെ ധരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ അവനെ ധരിച്ചാണ് നിന്നെ നടക്കുന്നത്. അപ്പോൾ യേശു ആരെന്നറിയുന്നു. യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാനൊരു പുതുസൃഷ്ടിയാകും. കാരണം പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 5:17 പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതുസൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ പുതുസൃഷ്ടിയായെന്ന് എൻ്റെ അന്തരാത്മാവ് എന്നോട് പറയും. എനിക്ക് ആ വ്യത്യാസം അറിയാം. ആരും പറയണ്ട, പരിശുദ്ധാത്മാവ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:14 ജീവൻ വെച്ച് വരും. 8 വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:14 പറയുന്നത് വായിക്കാം. വചനം തന്നെ എടുത്ത് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കടന്നു വരുന്നത്. 8:14 ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പം ഞാൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് എന്നെ നടത്തുന്നതെങ്കിൽ ഞാൻ ദൈവ മക്കളായി മാറി, അല്ല ദൈവ മകനായി നിങ്ങൾ മാറുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നമ്മ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ ആരായി? മകളായി മാറി, മകനായി മാറി. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഇത് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്, നിങ്ങളെയും പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഈ പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത്, ഇന്നു മുതൽ നീ എൻ്റെ മകളാണ്, അല്ലെ എൻ്റെ മകനാണ് ഞാൻ. അപ്പം മകളെന്ന് പറയുമ്പോൾ, അല്ലെ മകനെന്ന് പറയുമ്പോൾ ഞാൻ അവകാശിയും കൂട്ടവകാശിയുമായി മാറി. അതായത് സ്വർഗമണ്ഡലത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. അപ്പോഴാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം എനിക്ക് ലഭിക്കുമ്പോൾ, അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാപ്പെടണമേ, നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഇപ്പോൾ എൻ്റെ രാജ്യം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രാജ്യം ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുവന്നേ ഒക്കത്തുള്ളൂ. എന്നിത്ര പാടെന്താ? വചനം സത്യമല്ലേ?
വചനം പറയുന്നത് ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് അബ്ബാ പിതാന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുന്നൊരു ദൈവം എനിക്കുണ്ട് എങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ഭയപ്പെടുന്നത്? ഇതെല്ലാം വചനം പറയുമ്പോൾ ആത്മാവാണ് ഉൾക്കൊള്ളുന്നത്. ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന വചനം എൻ്റെ ആത്മീക തലത്തിൽ നിന്ന് എൻ്റെ ജഡത്തിലോട്ട് വരാനുള്ള തടസ്സമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് പറഞ്ഞു ഐ ഹാവ് ഹീൽഡ് ഹിം, ഞാൻ എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ അവന് സൗഖ്യം കൊടുത്തു. പക്ഷെ അവന് സൗഖ്യമായിട്ടില്ല, അവനിപ്പോഴും അസുഖമുണ്ട്. പക്ഷെ ആത്മീക ഗോളത്തിൽ ഇൻ ദി സ്പിരിറ്റ് റെലം ഹീസ് ഓൾറെഡി ഹീൽഡ്. സൗഖ്യം, ആ സൗഖ്യം എൻ്റെ ആത്മീക തലത്തിൽ നിന്നും ജഡീക തലത്തിലോട്ട് വരാനുള്ള താമസമേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. പുത്രത്വത്തിൻ്റെ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈല് മാറും, കാഴ്ചപ്പാട് മാറും, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരും. പിന്നെന്താണ് പ്രാർത്ഥന അറിയാവുന്നവരും വചനം അറിയുന്നവരും വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോക ജീവിതം ഫോളൻ വേൾഡ് ആയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ല എന്ന് ദൈവം പറയുന്നില്ല. പക്ഷേ പ്രശ്നം വരുമ്പോൾ മക്കളെങ്കിൽ ഓടി വരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് അബ്ബാ പിതാവെന്ന് വിളിക്കാൻ ഏത് സ്റ്റേജിൽ, ജസ്റ്റ് ആസ്ക്, ചുമ്മാതങ്ങ് ചോദിച്ചാൽ മതിയെന്ന്. അതായത് മക്കൾ അപ്പൻ വരുമ്പോൾ എനിക്കിത് വേണമെന്ന് അയ്യോ ചോദിക്കണോ വേണ്ടായോ എന്ന് പേടിച്ച് ചോദിക്കുകയല്ല. എൻ്റെ അപ്പനാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ തരും എന്നുള്ള ഉറപ്പാണ്. ഇപ്പം നമ്മൾ 2 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ളൊരു കുട്ടി വന്നേച്ച് ഡാഡി എനിക്കിന്ന് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അപ്പം പറയുമ്പോൾ ഞാൻ നിനക്ക് തരത്തില്ലെന്ന് പറയത്തില്ല, കൊടുക്കും. അത്ര ആ ഒരു അടുപ്പമാണ് നമുക്ക് ദൈവത്തോട് വരേണ്ടത്. ആ ഒരു അടുപ്പം പരിശുദ്ധാത്മാവാണ് തരുന്നത്. അതുകൊണ്ടാണ് പിന്നെയും കർത്താവ് ഇങ്ങനെ പറയുന്നത്. വചനത്തിൽ പൗലോസ് എഴുതിയിരിക്കും, നിങ്ങൾ പിന്നെയും ഇപ്പം റീക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് എനിക്കുള്ളത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നീ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ your DNA is not your Lord. The DNA of yours is containing the DNA of Jesus Christ. ക്രിസ്തുവിൻ്റെ DNA എന്നിൽ വന്നു കഴിഞ്ഞു. ഞാനൊരു പുതു സൃഷ്ടിയായി മാറി. എനിക്കൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ വചനം കൊണ്ട് റീക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1:3 പറയുന്നു, വചനം നമ്മളെ റീക്രിയേറ്റ് ദൈവം സൃഷ്ടിക്കുകയാണ് എന്നെ. ഈ വചനം ഞാനീ പറയുമ്പോഴും എന്നിലും ഒരു പുതിയ സൃഷ്ടി നടക്കുന്നു, കേൾക്കുന്ന നിങ്ങളിലും പുതിയ സൃഷ്ടിയാകുകയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. 1:3 ഇങ്ങനെ, സകലത്തും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം യേശു ക്രിസ്തുവിൽ ഉളവാകുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവില്ലാത്ത ഒരു വ്യക്തിയിൽ യേശു വരുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയെ റീക്രിയേറ്റ് ചെയ്യാണ്, എന്നെ പുതുതായിട്ടുണ്ടാക്കുന്നു. എന്ത് സിമ്പിളായിട്ട് എഴുതി വച്ചിരിക്കുന്നു, പക്ഷേ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കറക്റ്റ്, അതാണ്. ക്രിസ്തുവിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ വെളിച്ചമായിട്ട് എന്നിൽ വരുമ്പോൾ, എന്നിലുള്ള ഇരുൾ മാറുമ്പോൾ ഞാൻ പുതു സൃഷ്ടിയെ, റീക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്. പുറമേ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അകത്തൊരു വലിയ പരിവർത്തനം. അതാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. എത്ര പേർക്ക് അറിയാമെന്ന്, എത്ര പേർക്ക് ഇത് മനസ്സിലാകും? ഇത് ഒരു 4-5 പേർ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പല പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാലുകൾ ജീവൻ വെക്കാൻ തുടങ്ങും. കാരണം ഇത് ജീവനാണ്. When you speak the word over your body recreates. വീണ്ടും പണിയാണ്. You can't overdose on the word. അതായത് വചനം കൊണ്ട് കൂടുതൽ വന്നു എന്ന് പറയാൻ ഒക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ് ടു ദ സോൾ ഓഫ് യുവർ ഫീറ്റ്. ദ വേർഡ് ഈസ് വർക്കിംഗ്. വചനം കൊണ്ട്, അപ്പം ഞാനീ പറയുന്ന വചനം എൻ്റെ ശരീരം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോഴാണ് സങ്കീർത്തനത്തിലെ 119, 112, 122 പറയുന്നത്, അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണമേ. അപ്പം എനിക്ക് എൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായ ദൈവം എൻ്റെ അടുക്ക വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴെന്നാ പറയുന്നത്, മോള് നീ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ചെയ്തു തരാം. എത്ര പേരെങ്ങനെ കേൾക്കുന്നുണ്ട്? നീ അങ്ങോട്ട് മാറി നിൽക്കും, ഞാനിത് ഏറ്റെടുത്തെന്ന്. എത്ര പ്രാവശ്യം എന്നോട് ദൈവം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഐ ആം ഇൻ ചാർജ്, ഞാനാണിത് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കേട്ടാലും നമ്മൾ പ്രാർത്ഥനയും ഈ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ജഡത്തിൽ പോകുന്നുണ്ട്.
പക്ഷേ meditate the truth. When you know the truth will set you free. നീ സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. സ്വതന്ത്രമാക്കുന്നത് എൻ്റെ അന്തരാത്മാവിൽ സത്യത്തിൻ്റെ വെളിച്ചം വരുമ്പം അത് ജഡത്തിലേക്ക് വന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ എൻ്റെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് എനിക്കുള്ളതിനാൽ ഞാൻ ആരെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എനിക്ക് ഉള്ളിലൊരു വലിയ ഒരു ഘനമുണ്ട്. ഐ നോ ഹൂ ഐ ആം. ക്രിസ്തുവിൽ ഞാൻ പിതാവിന് ഇഷ്ടമുള്ള മകളായി മാറി. നിങ്ങൾക്ക് ഓരോരുത്തരും ക്രിസ്തുവിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പൊന്നു മകനായി മാറുന്നു, മകളായി മാറുന്നു. വേറെ ഒന്നുമില്ല. ഓമനപുത്രൻ എന്നാണ് ദൈവം വിളിക്കുന്നത് നമ്മളെ. ആ പദവിയിലേക്ക് കയറി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആരേ എന്ന് മനസ്സിലാക്കുമ്പോൾ വി ആർ ബീങ് റീക്രിയേറ്റഡ്. പുതു സൃഷ്ടിയാകുക. ഓരോ സിംഗിൾ സെല്ലും എൻ്റെ ശരീരത്തിലുള്ളതിന് മാറ്റം വരികയാണ്. ഐ എം റീക്രിയേറ്റഡ് ആസ് ദോ ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ എവറി ഏരിയ. അതെ, പുതിയ സൃഷ്ടിയായി മാറുക. പഴയത് മുഴുവനും കഴിഞ്ഞുപോയി. പണ്ട് എനിക്ക് ഒത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ദേഷ്യമില്ല. അതേ സ്വഭാവം ദൈവത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുകയാണ്. തീഷ്ണതയോടെ വചനം പറയും. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഓരോ വ്യക്തിയിൽ കടന്നു വരുന്നത് പരിശുദ്ധാത്മാവ് റീക്രിയേറ്റ്, വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നിക്കോദിമോസ് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന്. യേശു പറഞ്ഞു, കാറ്റ് എവിടെ അടിക്കുന്നു, എവിടെ നിന്ന് വരുന്നു നീ അറിയുന്നില്ല, പക്ഷെ കാറ്റ് ശരീരത്തിൽ വന്ന് കൊള്ളുമ്പോൾ നീ അറിയും. അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് കൊള്ളുമ്പോൾ സത്യാത്മാവ് പറയും നീ ജീവൻ വെച്ചു എന്ന്. ആ ഉള്ളിലെ അന്തരാത്മാവ് പറയും ഇന്നു മുതൽ ദൈവമാണ് അകത്ത് ജീവിക്കുന്നത്. ആ ദൈവം പറയും ഇന്നു മുതൽ നീ എൻ്റെ മകളാണ്, മകനാണ്. ആ ഒരു ഉന്നത പദവിയിലേക്ക് ഞങ്ങളെ കയറ്റുമ്പോൾ, ഞാൻ ആരെ എന്നുള്ള ബോധം മനസ്സിലാക്കുമ്പോൾ, ഞാൻ എന്തേ എന്നുള്ള ചിന്തയെക്കാട്ടിലും വലുത് ഞാൻ ആരെ എന്നുള്ള. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറാണ്, ലോയറാണ്, ഞാൻ ടീച്ചറാണ് എന്നൊക്കെ പറയുമ്പം അത് നമ്മുടെ ജോലിയാണ്. പക്ഷെ ഞാൻ ആരെ എന്ന് ചോദിച്ചാൽ ആർക്കെന്ത് പറയാൻ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമകളാണ് എന്ന് പറയാനുള്ള ധൈര്യം എന്ന് മുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തരാത്മാവിനിട്ടിരിക്കുന്നത് പറയുവാനുള്ള ധൈര്യം കൂടി ഞങ്ങൾക്ക് തരണമേ അപ്പ. എൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ചെയ്യുന്നതിന് സ്തോത്രം. പുതിയൊരധ്യായത്തിലേക്ക് ജീവിതത്തിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ വൻ കൃപയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. എന്നും നന്ദിയുള്ള ഒരു ഹൃദയം തരണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. ഞങ്ങളുടെ തലമുറകളിലേക്ക് ഈ സത്യം പെനട്രേറ്റ് ചെയ്യണം. ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ സത്യം മനസ്സിലാക്കിയാൽ ആ സത്യത്തിനെതിരായിട്ട് ഇരുട്ട് നിൽക്കൂലല്ലോ കർത്താവ്. ആ സത്യം തലമുറയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകിച്ചെന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.